വയനാട് DCC ട്രഷറർ NM വിജയന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും മരണത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ CPM ഒരുങ്ങുന്നു. IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് ഇന്ന് മാർച്ചുണ്ട്. മരണത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറയുന്നത്. CPM ഈ സമരം മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും ND അപ്പച്ചൻ CPMന്റെ സമരം മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നാണ് ND അപ്പച്ചൻ 24 എന്ന് പറഞ്ഞത്. ഞാനതിൽ പറഞ്ഞത് വെച്ചാൽ അന്വേഷിക്കട്ടെ, നമ്മളതിനെപ്പറ്റി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം പാർട്ടി തലത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിൻ്റെ നിരസ്ഥിതി എന്ന് വെച്ചാൽ നമുക്ക് പുറത്തു വരട്ടെ, എന്തറിയാം. അത് അന്നിങ്ങനെ ആരൊക്കെയോ പണം വാങ്ങിച്ചു, നിയമനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നല്ലോ. അന്ന് അതിനെപ്പറ്റി പരാതി ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നപ്പോൾ KPCC ഒരു സമിതിയെ വെച്ചു, അന്വേഷിച്ചു. അതിൽ യാതൊരു കഴമ്പില്ല എന്നുള്ള മനസ്സിലായി. അന്ന് തന്നെ അത് ഡ്രോപ്പ് ചെയ്തൊരു കേസാണത്. അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമരം ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ സമരം ചെയ്യേണ്ടത് കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നത്തിൽ അവർ സമരം ചെയ്യണ്ടേ. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, ശരിക്കും ഇതൊരു വലിയൊരു പ്രശ്നമായി വളരുകയാണല്ലോ. എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നേ മതിയാവൂ. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ബത്തേരി DYSP ആയിട്ടുള്ള അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു പരാതിയൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. മാത്രമല്ല, ചില ആളുകളുടെ എല്ലാം തന്നെ മൊഴികൾ പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ബന്ധുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ബത്തേരിയിൽ അവരുടെ വീട്ടിലേക്ക് പോയി വിശദമായി സംസാരിച്ച, പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് ഇനിയും കുടുംബം തയ്യാറായിട്ടില്ല. എന്താണ് ഈ മരണത്തിലേക്ക് നയിക്കാനിടയായ കാരണങ്ങളെന്നുൾപ്പെടെയുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി തലത്തിലും അന്വേഷണം ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചനും പറയുന്നത്. കാരണം ഇത് നേരത്തെ ഉയർന്നു വന്ന ആരോപണമാണ്. ആ ആരോപണത്തിൽ KPCC അന്വേഷണം നടത്തിയതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട്, ഈ അർബൻ ബാങ്കിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം നടത്തി അതിന് തീർപ്പ് കൽപ്പിച്ചതാണ്. അത്തരത്തിൽ ആരോപണങ്ങൾ കഴമ്പില്ലെന്ന് തീർപ്പ് കൽപ്പിച്ചതാണ്. ഈ ഘട്ടത്തിൽ പോലും CPM സമരം നടത്തുന്നുണ്ട്. ആ സമരത്തെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ND അപ്പച്ചൻ 24നോട് പ്രതികരിച്ചത്. എന്തായാലും ഇന്ന് IC ബാലകൃഷ്ണൻ MLAക്കെതിരെയാണ് CPIMന്റെ സമരം. ഈ രണ്ട് രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ഒരു ഉടമ്പടി രേഖയാണ്. ഈ വിജയൻ ഇടപെട്ട ഒരു ഉടമ്പടി രേഖ. അതിൽ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം അയച്ച കത്ത്, IC ബാലകൃഷ്ണന്റെ പേര് വെച്ചുകൊണ്ട് KPCCക്ക് അയച്ച കത്ത്, ഈ രണ്ട് കത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് CPM പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.